ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഇന്ന് റബീഉൽ അവ്വൽ 12. ഈ പൊൻസൂരത്തിലായിരുന്നല്ലോ കാരുണ്യത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ ഭൂചാതനായത്. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറച്ച് ഭക്ഷണം കഴിക്കുന്ന നമ്മിൽ പെട്ടവനെല്ലാം നബി പഠിപ്പിച്ചു. കറുത്തവനെയും വെളുത്തവനെയും ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിപ്പിച്ചു. സ്വന്തം കുട്ടികളെ എത്രയും കുട്ടികളെ മുന്നിൽ വെച്ച് താലോലിക്കരുത് എന്ന് അവിടുന്ന് അരുൾ ചെയ്തു. അങ്ങനെയുള്ള ഒരു നേതാവിന്റെ അനുയായികൾ നാം അഭിമാനം കൊള്ളണം. നമ്മൾ പ്രവർത്തനം കണ്ട് ഇസ്ലാമിനോട് എല്ലാവർക്കും സ്നേഹവും ബഹുമാനവും ഉണ്ടാവണം. ഇത്രയും പറഞ്ഞ് ഈ കൊച്ചു പ്രസംഗം നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ഒളിചന്ദ്രപ്പൂ പോലെ വന്നതല്ലേ, ഒരുവന്റെ ദൂതർ പിറന്നതല്ലേ, മക്കത്തെ മുഖ്യ ഖുറൈശി വീട്ടിൽ മഹമൂദർ ത്വാഹ ജനിച്ചതല്ലേ. ഒളിചന്ദ്രപ്പൂ പോലെ വന്നതല്ലേ, ഒരുവന്റെ ദൂതർ പിറന്നതല്ലേ, മക്കത്തെ മുഖ്യ ഖുറൈശി വീട്ടിൽ മഹമൂദർ ത്വാഹ ജനിച്ചതല്ലേ. യാ നബി സലാം, യാ റസൂൽ സലാം, ഹാത്തിമുൻ നബി അവരിൽ 1000 സലാം. യാ നബി സലാം, യാ റസൂൽ സലാം, ഹാത്തിമുൻ നബി അവരിൽ 1000 സലാം. ഒളിചന്ദ്രപ്പൂ പോലെ വന്നതല്ലേ, ഒരുവന്റെ ദൂതർ പിറന്നതല്ലേ, മക്കത്തെ മുഖ്യ ഖുറൈശി വീട്ടിൽ മഹമൂദർ ത്വാഹ ജനിച്ചതല്ലേ. ഒളി തിളങ്ങിയ മണിവിളക്കത് മദീനയിലകെ, തെളി പകർന്നിടും മഹിലകിലം മധുരിത കനിയേ. ഒളി തിളങ്ങിയ മണിവിളക്കത് മദീനയിലകെ, തെളി പകർന്നിടും മഹിലകിലം മധുരിത കനിയേ. ത്വാഹ നബിയേ മലർ താജാനിധിയേ, താരപ്രഭയെ തളിർപ്പൂവിനഴകേ. ത്വാഹ നബിയേ മലർ താജാനിധിയേ, താരപ്രഭയെ തളിർപ്പൂവിനഴകേ. ഒളിചന്ദ്രപ്പൂ പോലെ വന്നതല്ലേ, ഒരുവന്റെ ദൂതർ പിറന്നതല്ലേ, മക്കത്തെ മുഖ്യ ഖുറൈശി വീട്ടിൽ മഹമൂദർ ത്വാഹ ജനിച്ചതല്ലേ. സുഹൃതസരണി സുവതലയണി ശലഭമലർവണി, തെളിച്ചിടും അതിലയിച്ചിടും കതിരൊലി വരാം നബി. സുഹൃതസരണി സുവതലയണി ശലഭമലർവണി, തെളിച്ചിടും അതിലയിച്ചിടും കതിരൊലി വരാം നബി. ഹൈറുൽ ബശറേ നബി ഹാത്തിം മദിയേ, അല്ലാഹുടയോൻ പ്രിയമേകും മദിയേ. ഹൈറുൽ ബശറേ നബി ഹാത്തിം നിധിയേ, അല്ലാഹുടയോൻ പ്രിയമേകും മദിയേ. ഒളിചന്ദ്രപ്പൂ പോലെ വന്നതല്ലേ, ഒരുവന്റെ ദൂതർ പിറന്നതല്ലേ, മക്കത്തെ മുഖ്യ ഖുറൈശി വീട്ടിൽ മഹമൂദർ ത്വാഹ ജനിച്ചതല്ലേ. ഒളിചന്ദ്രപ്പൂ പോലെ വന്നതല്ലേ, ഒരുവന്റെ ദൂതർ പിറന്നതല്ലേ, മക്കത്തെ മുഖ്യ ഖുറൈശി വീട്ടിൽ മഹമൂദർ ത്വാഹ ജനിച്ചതല്ലേ. യാ നബി സലാം, യാ റസൂൽ സലാം, ഹാത്തിമുൻ നബി അവരിൽ 1000 സലാം. യാ നബി സലാം, യാ റസൂൽ സലാം, ഹാത്തിമുൻ നബി അവരിൽ 1000 സലാം. യാ നബി സലാം, യാ റസൂൽ സലാം, ഹാത്തിമുൻ നബി അവരിൽ 1000 സലാം. ഹാത്തിമുൻ നബി അവരിൽ 1000 സലാം. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. മുഹമ്മദ് നബി മായാനാമം, മദീനയിൽ വായും സ്നേഹസുമം, ആ ത്വയ്യിബ പദി അജബിൻ സന്നിധി, ആ ത്വയ്യിബ പദി അജബിൻ സന്നിധി. ഫീദാക ലക ഉമ്മി വഹബി, മോഹസാഗരമാം മലർഭൂമിദിയ, ശ്രേഷ്ഠമാം കനിയ
സ്നേഹ സന്നിധിയ അകലോകമതിൽ സബ് പായവരെ ആദം ഉദിമുമ്പൊളിവായവരെ എൽവാനമരി അഹദിൻ സവിധം അരിശിൽ ഇസ്മാലെ നികൈന്തവരെ മഹ്മൂദ് നബി മായാനാമം മദീനയിൽ വായും സ്നേഹസുമം ആ ത്വയ്ബപതി അജബിൻ സന്നിധി ഫീദാക ഉമ്മി വഹബി ആരാധ്യനവൻ അഹദാന ജീവൻ പകലും തീർത്തകവൻ ആരാധ്യനവൻ അഹദാന ജീവൻ പകലും തീർത്തകവൻ ആവജനമന്ന് മനസ്സിൽ പതിഞ്ഞി മരുഭൂമിയതിൽ പുളകുന്ന മരുഭൂമിയതിൽ പുളകുന്ന മഹ്മൂദ് നബി മായാനാമം മദീനയിൽ വായും സ്നേഹസുമം ആ ത്വയ്ബപതി അജബിൻ സന്നിധി ഫീദാക ഉമ്മി വഹബി നാളെ നീതിപതി മുന്നിൽ വീഴും നീതിയിലും സാഷ്ടാംഗമതിലലിയും നാളെ നീതിപതി മുന്നിൽ വീഴും നീതിയിലും സാഷ്ടാംഗമതിലലിയും കൗസർ ജലം പകരും ഹൈറുൽ അംബിയ രാജാസുരലോക സുഗന്ധസുമം മഹ്മൂദ് നബി മായാനാമം മദീനയിൽ വായും സ്നേഹസുമം ആ ത്വയ്ബപതി അജബിൻ സന്നിധി ഫീദാക ഉമ്മി വഹബി. അസ്സലാമു അലൈക്കും. മക്കത്തെ മണ്ണും മർഹബ പാടി ഉദയം ചെയ്ത മന്ദാരത്തെ മലരെ മന്നാനായച്ചതിലാവേ മലരായി വീരറിഞ്ഞ സിറാജെ മധുഹോദിപ്പാടാ മസലാം മദദേരി കനിയോ തിരുസലാം കനിവിൻ കനിയ സല്ലല്ല കരുണക്കടലാം നബിയുള്ള അഹദിൻ വിധിയെ ഹൈറുള്ള അഖിലം സർവം തിരുവുള്ള മക്കത്തെ മണ്ണും മിന്നും മർഹബ പാടി ഉദയം ചെയ്ത മന്ദാരത്തെ മലരെ നിലാവേ മലയായി വീടർന്ന സിറാജെ മധുഹോദിപ്പാടാ മസലാം മദദേരി കനിയോ തിരുസലാം ആകാശത്തമ്മിളി എന്നാൽ സുദിനമി പുഞ്ചിരി തൂകിയിലെ ആഹാദത്താനെ സ്വർഗമിലൂറികൾ മധുഹോലി പാടിയിലെ ആകാശത്തമ്പിളി എന്നാൽ സുദിനമി പുഞ്ചിരി തൂകിയിലെ ആഹാദത്താനെ സ്വർഗമിലൂതികൾ മധുഹോലി പാടിയിലെ അംലാക്കുകളെല്ലാം മുത്തിൻ മർഹബ പാടി നിറഞ്ഞില്ലേ അംലാക്കുകളെല്ലാം മുത്തിൻ മർഹബ പാടി നിറഞ്ഞില്ലേ അഴകാർന്നൊരു മുത്തിൻ അമ്പിയ ലോകം അജബായി തീർന്നില്ലേ അന്ത ഹബീബി യാ സനദി അന്ത ഹബീബി യാ മദദി ഖുദ്ബി ഹൈരി യാ സനദി ഖുദ്ബി ഹൈരി യാ മദദി മക്കത്തെ മണ്ണും വിണ്ണും മർഹബ പാടി ഉദയം ചെയ്ത മന്ദാരത്തെ മലരെ മന്നാനായച്ച നിലാവേ മലരായി വീടർന്ന സിറാജെ മധുഹോദിപ്പാടാ മസലാം മദദേരി കനിയോ തിരുസലാം
സത്യത്തിനു തിങ്കളുദിച്ച നാളിൽ അത്ഭുതമേറിയില്ലേ. നിത്യം ആ ശോഭയിലോകം നന്മയിലേറി നിറഞ്ഞില്ലേ. സത്യത്തിനു തിങ്കളുദിച്ച നാളിൽ അത്ഭുതമേറിയില്ലേ. നിത്യം ആ ശോഭയിലോകം നന്മയിലേറി നിറഞ്ഞില്ലേ. نسل نبي نبي حبيبيا السلام على نبي نبي حبيبيا أحسنت النسل نبي نبي حبيبيا أسود مهيل أبيض مدمع ഉദിച്ചുള്ള മധുരമിത ശിവത് കലിമാലങ്കൃത പൊലിമ ഉദിച്ചുള്ള മഹിമൈത അസമുല്ല മലര് നബി നബി ഹബീബിയാ ഹസനത്തിൻ നസല് നബി നബി ഹബീബിയാ അഹദവന്റെ അമ്പിയര അഗമലരോ അമ്പിളിയ അഹദവന്റെ അമ്പിയര അഗമലരോ അമ്പിളിയ അമ്പിളിപ്പുവേ നബിയാ അമർച്ചിന്തും നിധിയാ അമ്പിളിപ്പുവേ നബിയാ അമർച്ചിന്തും നിധിയാ ചുങ്കാരലങ്കാര പുന്നാരമത്തെ അസല്ലാര നബി നബി ഹബീബിയാ അസനത്തിൻ നസല് നബി നബി ഹബീബിയാ റഹ്മത്തിന്റെ സബബ് നബി സുജാത്തിന്റെ തികവ് നബി റഹ്മത്തിന്റെ സബബ് നബി സുജാത്തിന്റെ തികവ് നബി തികവർണൈബികവാ തികവുറ്റൊരു ദിമതിയാ തികവർണൈബികവാ തികവുറ്റൊരു ദിമതിയാ ചുങ്കാരലങ്കാര പുന്നാരമത്തെ സല്ലമലര് നബി നബി ഹബീബിയാ അസനത്തിൻ നസല് നബി നബി ഹബീബിയാ ആദി ജ്യോതി നൂറല്ലാഹ് അഹ്മദ് ഹാദി ഹുബ്ബല്ലാഹ് ആദി ജ്യോതി നൂറല്ലാഹ് അഹ്മദ് ഹാദി ഹുബ്ബല്ലാഹ് ആമന്നാ ബിറസൂലില്ലാഹ് ത്വഹ നബീന ത്വഹ ത്വഹ നബീന ത്വഹ നബീന ത്വഹ ത്വഹ നബീന സ്വാദര വഴിയിൽ തേരല്ലേ സമതിൽ ചേർത്ത പേരല്ലേ സത്യമതത്തിൻ പേരല്ലേ ത്വഹ 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 നബീന സ്വാദര വഴിയിൽ തേരല്ലേ സമതിൽ ചേർത്ത പേരല്ലേ സത്യമതത്തിൻ പേരല്ലേ ത്വഹ 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 നബീന ത്വഹ നബീന ത്വഹ ത്വഹ നബീന ത്വഹ നബീന ത്വഹ ത്വഹ നബീന ഉദക്കമല്ലേ ഹക്കല്ലാഹ് ഹദക്കമല്ലേ ഷൗക്കല്ലാഹ് ഇളക്കമല്ലേ സ്വല്ലല്ലാഹ് ത്വഹ 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 നബീന ആദി ജ്യോതി നൂറല്ലാഹ് അഹ്മദ് ആദി ഹുബ്ബല്ലാഹ് ആദി ജ്യോതി നൂറല്ലാഹ് അഹ്മദ് ആദി ഹുബ്ബല്ലാഹ് ആമന്നാ ബിറസൂലില്ലാഹ് ത്വഹ നബീന ത്വഹ ത്വഹ നബീന ത്വഹ നബീന ത്വഹ ത്വഹ നബീന. പ്രിയപ്പെട്ട അധ്യക്ഷരെ, ഉസ്താദുമാരെ, നാട്ടുകാരെ, കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഈ വേദിയിൽ സഹോദര്യത്തെ കുറിച്ച് അല്പം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വിശ്വാസികൾ പരസ്പരം സഹോദരന്മാരാകുന്നു എന്നാണ് വിശുദ്ധ ഇസ്ലാം നമ്മോട് പറയുന്നത്. ഒരു ശരീരത്തിന്റെ ഭാഗമായാണ് ഓരോ വിശ്വാസിയെയും കാണേണ്ടത്. പരസ്പരം സഹകരിച്ചും സഹായിച്ചുമാണ് മുസ്ലിങ്ങൾ ജീവിക്കേണ്ടത്. വാക്കുകൊണ്ടും പ്രവർത്തികൾ കൊണ്ടും പരസ്പരം അനിഷ്ടങ്ങൾ ഒരിക്കലും ഉണ്ടാക്കിക്കൂടെന്ന് നമ്മുടെ മതം നമ്മോട് ഉണർത്തിയിരിക്കുന്നു. താൻ ഇഷ്ടപ്പെടുന്നത് തന്റെ സഹോദരനും ഉണ്ടാകാൻ ആഗ്രഹിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. ഇതിന്റെ മികച്ച ഉദാഹരണമാണ് മദീന നിവാസികൾ മക്ക നിവാസികളോട് കാണിച്ചത്. നാടും വീടും വിട്ടു
പണ്ഡിതന്മാരെ, ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. നബിയുടെ മീലാദ് സമയത്ത് ഞാനും 2 വാക്ക് സംസാരിക്കാം. ഇവിടുത്തെ പ്രകീർത്തനങ്ങൾ വാമൊയ്യാലും വരമൊയ്യാലും അന്ത്യനാൾ വരെ ഒരാൾക്കും അടയാളപ്പെടുത്താൻ സാധിക്കില്ല. അത്രത്തോളം പരന്നു കിടക്കുകയാണ് മുത്തുനബിയുടെ കീർത്തനങ്ങൾ. കല്ലിലും കാമക്കൂട്ടിലും ലയിച്ച് അനന്തരമായ ഒരു സമൂഹത്തിലേക്കായിരുന്നു മുത്തുനബിയുടെ പിറവി. മുത്തുനബി പോകുന്ന വഴി എന്നും ഒരു ജൂതസ്ത്രീ മലിനമാക്കുകയുണ്ടായിരുന്നു. ഒരു ദിവസം ആ ജൂതസ്ത്രീ ആ വഴിയിൽ കണ്ടില്ല. അന്വേഷിച്ചപ്പോൾ രോഗം ബാധിച്ചു കിടക്കുകയായിരുന്നു. മുത്തുനബി സന്ദർശിച്ചു. രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചു. ആ ജൂതസ്ത്രീ പറഞ്ഞു, ഈ മഹാനെയാണോ ഞാൻ ഇത്ര നാൾ ബുദ്ധിമുട്ടിച്ചത് എന്ന് പറഞ്ഞ് ആ ജൂതസ്ത്രീ ഇസ്ലാം സ്വീകരിച്ചു. ആ മുത്തിനെ പിൻപറ്റി ജീവിക്കാൻ നാഥൻ തുണക്കട്ടെ എന്ന് പറഞ്ഞ് അസ്സലാമു അലൈക്കും. ശ്രുതിരാഗം കേട്ട് മദീന വാനം വിടർന്നു, വരദാനം ആശ നിറഞ്ഞേ ലോകം വിറന്നു, മധുവേറും പുഞ്ചിരി കണ്ട് ചാരേ നിറഞ്ഞു, തിരുനൂറിൻ വിസ്മയമാകെ ഭൂമിയിൽ പരന്നു, വാനോളം വാഴ്ത്തുന്നു തിരുനൂറിൻ പുകളുകൾ, ഈണങ്ങൾ നിറവേകും അതിരില്ല മധുകൾ, വാനോളം വാഴ്ത്തുന്നു തിരുനൂറിൻ പുകളുകൾ, ഈണങ്ങൾ നിറവേകും അതിരില്ല മധുകൾ, സുരലോക സുവർഗത്തിൽ അഴകൊളി വിതറും സുന്ദരാശംസൊളിയും സബ് സമവാദിത നിറഞ്ഞൊളി മധുര കതിരിൻ അമ്പിളി, പൊരുളേറുമാനിലാമിൽ അന്ന് വിരിഞ്ഞുള്ള പൂത്തിങ്കൾ, ശ്രുതിരാഗം ശ്രുതിരാഗം കേട്ട് മദീന വാനം വിടർന്നു, വരദാനം ആശ നിറഞ്ഞ് ലോകം പിറന്നു, മധുവേറും പുഞ്ചിരി കണ്ട് ചാരേ നിറഞ്ഞു, തിരുനൂറിൻ വിസ്മയമാകെ ഭൂമിയിൽ പരന്നു, അറിവിൻ സുന്ദരരാഗം ചിരിതൂകും മുഹമ്മദിൻ സബിലബിലന്ന്, അഭയം തേടിയ നേരം കരം നൽകി കരുണരന്തീർത്തണ ലോകം, അറിവിൻ സുന്ദരരാഗം ചിരിതൂകും മുഹമ്മദിൻ സബിലബിലന്ന്, അഭയം തേടിയ നേരം കരം നൽകി കരുണരന്തീർത്തണ ലോകം, സുന്ദരമാ സ്വഭാവത്തിൻ ഏകയിലായിൽ കരുണ കുരുളറിയിച്ചു, ഉത്തമരാൻ സ്വഭാക്കൾ കൽബിൽ അർപ്പണ ഗീതമറിയിച്ചു, സുന്ദരമാൻ സ്വഭാവത്തിൻ ഏകയിലായിൽ കുരുളറിയിച്ചു, ഉത്തമരാൻ സ്വഭാക്കൾ കൽബിൽ അർപ്പണ ഗീതമറിയിച്ചു, വർണ്ണങ്ങൾ ചിന്തുന്ന പൊൻതാരങ്ങൾ ചിന്തുന്ന മെമ്പർ സാരങ്ങൾ, വാത്സല്യമേറുന്ന തിരുദൂതങ്ങൾ വച്ചാത്ത കരലല തീരങ്ങൾ, നബിയെ നിധിയെ കരിയെ ചൊല്ലെ നിറയുന്ന പൂത്തിങ്കൾ, ശ്രുതിരാഗം കേട്ട് മദീന വാനം വിടർന്നു, വരദാനം ആശ നിറഞ്ഞി ലോകം പിറന്നു, മധുവേറും പുഞ്ചിരി കണ്ട് ചാരേ നിറഞ്ഞു, തിരുനൂറിൻ വിസ്മയമാകെ ഭൂമിയിൽ പരന്നു. അസ്സലാമു അലൈക്കും. കനവുകളിൽ കാണും നബിയെ ദിനമൊരു നാളിൽ വന്ന മണ്ണിൽ ചൊല്ലിടണം നിറമിഴിയാലേ തിരുദൂതർക്കു സലാം. കനവുകളിൽ കാണും നബിയെ ദിനമൊരു നാളിൽ വന്ന മണ്ണിൽ ചൊല്ലിടണം നിറമിഴിയാലേ തിരുദൂതർക്കു സലാം.
ഒഴുകാൻ ഭാഗ്യമതേ കിടണേ അഴകിന്റെ രാജകുമാരൻ മൊഞ്ചിന്റെ മികവിൽ നിറസൂര്യൻ മയങ്ങുന്ന റൗളയിലലിയാൻ ആഫിയത്തെ കിടണേ കനവുകളിൽ കാണും നബിയെ ദിനമൊരു നാളിൽ വന്ന മണ്ണിൽ ചൊല്ലിടണം നിറമിഴിയാലേ ദൂതർക്കു സലാം തരണം യാ റഹ്മാനല്ലാഹ് മരണം മാടി വിളിക്കും മുമ്പേ ആ പുണ്യ ഭൂമിയിലണയാൻ ആയുസ്സേകിടണേ അരികെ വരാൻ അർഹതയില്ല നബിയെ കാണാതൊരു ജയമില്ല വരനല്ലാതൊരു വഴിയില്ല പ്രാർത്ഥന കേട്ടിടണേ കനവുകളിൽ കാണും നബിയെ ദിനമൊരു നാളിൽ വന്ന മണ്ണിൽ ചൊല്ലിടണം നിറമിഴിയാലേ ദൂതർക്കു സലാം ഇല്ലൊരു നാളും കഴിയില്ല അങ്ങേ വർണ്ണിച്ചൊരു പാട്ടെഴുതാൻ അങ്ങോളം സ്ഥാനമില്ലാരും ലോകമില്ല നല്ലൊരു നാൾ കണ്ട കിനാവ നാദ പുലരേണം ഇത് നേരാ പുണ്യമില്ലായി വേറൊരു നാട്ടിലും ആ തിരുമണ്ണില്ല കണ്ട് കൊതി തീർക്കണമെന്റെ ഉള്ളിലെ ആശ പതിഞ്ഞൊരു മണ്ണിൽ ചേർന്നിടണം എൻ വിധിയാലേ മഹമൂദർക്കരികെ കനവുകളിൽ കാണും നബിയെ ദിനമൊരു നാളിൽ വന്ന മണ്ണിൽ ചൊല്ലിടണം നിറമിഴിയാലേ തിരുദൂതർക്കു സലാം കനവുകളിൽ കാണും നബിയെ ദിനമൊരു നാളിൽ വന്ന മണ്ണിൽ ചൊല്ലിടണം നിറമിഴിയാലേ തിരുദൂതർക്കു സലാം അസ്സലാമു അലൈക്കും പിരിശേറുന്നൊരു നബിയാണ് പത്ത് മാറ്റോടിച്ചേലാണ് സുന്ദരവദനം പൂവാണ് അന്തിം പ്രഭ ഒളി തെളിവാണ് സ്വർഗത്തിരാജ സുന്ദരനാണ് സ്വർഗീയറാണികൾ കാത്തിരിപ്പാണ് നബിയേ നബിയേ നൂറേ ഓതാതെ വിശേറുന്നൊരു നബിയാണ് പത്ത് മാറ്റോടിച്ചേലാണ് സുന്ദരവദനം പൂവാണ് അന്തിം പ്രഭ ഒളി തെളിവാണ് സ്വർണ്ണ കിരീടമാണിഞ്ഞാറസൂലുള്ളാഹ് സുബ്ഹാന്റെ സുവനത്തിൽ താജ് ഹബീബുള്ളാഹ് സ്വർണ്ണ കിരീടമാണിഞ്ഞാറസൂലുള്ളാഹ് സുബ്ഹാന്റെ സുവനത്തിൽ താജ് ഹബീബുള്ളാഹ് വർണ്ണങ്ങൾ നിറയുന്നു വർണ്ണങ്ങൾ നിറയുന്നു വദനം തിളങ്ങുന്നു വദനം തിളങ്ങുന്നു സുവനം ചാമയുന്നു സുവനം ചാമയുന്നു മധുഹം ഉയരുന്നു മധുഹം ഉയരുന്നു നബിയേ നബിയേ നൂറേ ഓ താജേ പിരിശേറുന്നൊരു നബിയാണ് പത്ത് മാറ്റൊളിച്ചേലാണ് സുന്ദരവദനം പൂവാണ് അന്തിം പ്രഭ ഒളി തെളിവാണ് സ്വർണ്ണത്തിൻ കിളികൾ വാഴ്ത്തും നബിയല്ലേ ആരും പുകഴ്ത്തുന്ന പൊന്നാരപ്പൂവല്ലേ സ്വർണ്ണത്തിൻ കിളികൾ വാഴ്ത്തും നബിയല്ലേ ആരും പുകഴ്ത്തുന്ന പൊന്നാരപ്പൂവല്ലേ സ്വർഗത്തിൻ കല്യാണം ചേലത്ത്
സ്വർഗത്തിൻ കല്യാണം ചേലത്തൊരു കല്യാണം ആനന്ദം ആമോദം നിറഞ്ഞൊരു പൊന്നാരം നബിയേ നബിയേ നൂറേ ഓ താജേ പിരിശേറുന്നൊരു നബിയാണ് പത്തരമാറ്റൊളി ചേലാണ് സുന്ദരവദനം പൂവാണ് അഞ്ചും പ്രഭ ഒളി തെളിവാണ് സുബ്ഹാൻ നബിയുടെ പൊന്നാരാണികൾ മറിയം ബി ആസിയ ബി ഒളിലെങ്കും ഭൂരികൾ സുബ്ഹാൻ നബിയുടെ പൊന്നാരാണികൾ മറിയം ബി ആസിയ ബി ഒളിലെങ്കും ഭൂരികൾ സുവനപ്പൂവിരിയുന്നു സുവനപ്പൂവിരിയുന്നു പൂഗന്ധം ഉയരുന്നു പൂഗന്ധം ഉയരുന്നു ആഹ്ലാദം വിതറുന്നു ആഹ്ലാദം വിതറുന്നു പൂമുത്തിൻ കല്യാണം പൂമുത്തിൻ കല്യാണം നബിയേ നബിയേ നൂറേ ഓ താജേ തിരിച്ചേറുന്നൊരു നബിയാണ് പത്തരമാറ്റൊളി ചേലാണ് സുന്ദരവദനം പൂവാണ് പ്രഭ ഒളി തെളിവാണ് സ്വർഗത്തിൽ രാജാവ് സുന്ദരനാണ് സ്വർഗീയ റാണികൾ കാത്തിരിപ്പാണ് നബിയേ നബിയേ നൂറേ. അസ്സലാമു അലൈക്കും. ഒളിചന്ദ്രപ്പൂ പോലെ വന്നതല്ലേ ഒരുവന്റെ ദൂത പിറന്നതല്ലേ മക്കത്തെ മുഖ്യ ഖുറൈശി വീട്ടിൽ മഹ്മൂദ ത്വാഹ ജനിച്ചതല്ലേ യാ നബി സലാം യാ റസൂൽ സലാം ഖാതിബുൻ നബി അവരില്ലായിരം സലാം ഒളിചന്ദ്രപ്പൂ പോലെ വന്നതല്ലേ ഒരുവന്റെ ദൂത പിറന്നതല്ലേ മക്കത്തെ മുഖ്യ ഖുറൈശി വീട്ടിൽ മഹ്മൂദ ത്വാഹ ജനിച്ചതല്ലേ യാ നബി സലാം യാ റസൂൽ സലാം ഖാതിബുൻ നബി അവരില്ലായിരം സലാം ഒളിത്തിലങ്ങിയ മതി വിളക്കത് മതിയിലും അയകെ തെളിപ്പകർന്നിരുമായിലധികം മധുരിത കരിയേ നബിയെ മലർത്താജാനിധിയെ താരെ പ്രഭയോൻ തളിർപ്പൂവിനകെ ഒളിചന്ദ്രപ്പൂ പോലെ വന്നതല്ലേ ഒരുവന്റെ ദൂത പിറന്നതല്ലേ മക്കത്തെ മുഖ്യ ഖുറൈശി വീട്ടിൽ മഹ്മൂദ ത്വാഹ ജനിച്ചതല്ലേ യാ നബി സലാം യാ റസൂൽ സലാം ഖാതിബുൻ നബി അവരില്ലായിരം സലാം സുവർണധരണി സുലഭ മലർവണി തെളിച്ചിടും അതിൽ ലയിച്ചിടും അതിൽ ഒളിവരാം നബി ഖൈറുൽ ബശറേ നബി ഹാത്തിം നിധിയേ അല്ലാഹുടയോൻ പ്രിയമേറും മതിയേ ഒളിചന്ദ്രപ്പൂ പോലെ വന്നതല്ലേ ഒരുവന്റെ ദൂത പിറന്നതല്ലേ മക്കത്തെ മുഖ്യ ഖുറൈശി വീട്ടിൽ മഹ്മൂദ ത്വാഹ ജനിച്ചതല്ലേ യാ നബി സലാം യാ റസൂൽ സലാം ഖാതിബുൻ നബി അവരില്ലായിരം സലാം. അസ്സലാമു അലൈക്കും. അസ്സലാമലൈക്കും. എന്റെ പേര് നാസിമ. വെള്ളിനിലാപ്പോൾ സുന്ദരനോ പൂവെണ്മ നിറഞ്ഞൊരു ചെമ്പകമോ ചെമ്പനി നീരിൻ ചെണ്ടതുപോലെ ചെമ്മലര്യാസീനം വിളിയേ ചെമ്മലര്യാസീനം വിളിയേ വെള്ളിനിലാപ്പോൾ സുന്ദരനോ പൂവെണ്മ നിറഞ്ഞൊരു ചെമ്പകമോ ചെമ്പനി നീരിൻ ചെണ്ടതുപോലെ ചെമ്മലര്യാസീനം വിളിയേ ചെമ്മലര്യാസീനം വിളിയേ പാലില പോലെ ലംഘിടും നൂറേ ആലം വാഴ്ത്തുന്നു നിരദീപം ചാർത്തുന്നു പാലില പോലെ ലംഘിടും നൂറേ ആലം വാഴ്ത്തുന്നു നിര
നിറദീപം ചാർത്തുന്നു. വെള്ളിനിലാപ്പോൾ സുന്ദരനോ പൂവെണ്മ നിറഞ്ഞൊരു ചെമ്പകമോ ചെമ്പനി നീരിൻ ചെണ്ടതുപോലെ ചെമ്മലർയാസീനമ്പിളിയേ ചെമ്മലർയാസീനമ്പിളിയേ. വെള്ളിനിലാപ്പോൾ സുന്ദരനോ പൂവെണ്മ നിറഞ്ഞൊരു ചെമ്പകമോ ചെമ്പനി നീരിൻ ചെണ്ടതുപോലെ ചെമ്മലർയാസീനമ്പിളിയേ ചെമ്മലർയാസീനമ്പിളിയേ. മാമരങ്ങളോതി സലാമന്ത്യതുതില് മാല കൊത്തിടുന്നു വിണ്ണു താരകങ്ങള്. ഹാഷിം ഖുറൈശിയിലെ ചെമ്മലന്നൂറ് ആരിലും പീശമേകും തങ്ക സിറാജ്. മാമരങ്ങളോതി സലാമന്ത്യതുതില് മാല കൊത്തിടുന്നു വിണ്ണിൽ താരകങ്ങള്. ഹാഷിം ഖുറൈശിയിലെ ചെമ്മലന്നൂറ് ആരിലും പീശമേകും തങ്ക സിറാജ്. പാനില പോലെ ലംഘിടും നൂറേ ആലം വാഴ്ത്തുന്നു നിറദീപം ചാർത്തുന്നു. പാൽനില പോലെ ലംഘിടും നൂറേ ആലം വാഴ്ത്തുന്നു നിറദീപം ചാർത്തുന്നു. വെള്ളിനിലാപ്പോൾ സുന്ദരനോ പൂവെണ്മ നിറഞ്ഞൊരു ചെമ്പകമോ ചെമ്പനി നീരിൻ ചെണ്ടതുപോലെ ചെമ്മലർയാസീനമ്പിളിയേ ചെമ്മലർയാസീനമ്പിളിയേ. വെള്ളിനിലാപ്പോൾ സുന്ദരനോ പൂവെണ്മ നിറഞ്ഞൊരു ചെമ്പകമോ ചെമ്പനി നീരിൻ ചെണ്ടതുപോലെ ചെമ്മലർയാസീനമ്പിളിയേ ചെമ്മലർയാസീനമ്പിളിയേ. 40 തെളിഞ്ഞുവല്ലോ നൂറിൻ പൊലിവ് നായകന്റെ ഒളി ചൊരിഞ്ഞു പുണ്യദൂതില്. നന്മ തിന്മ വേർതിരിവ് കാട്ടി കൗമില് നന്മയുടെ പാദം നമ്മിൽ കാട്ടി റസൂല്. 40 തെളിഞ്ഞുവല്ലോ നൂറിൻ പൊലിവ് നായകന്റെ ഒളി പൊലിഞ്ഞു പുണ്യദൂതില്. നന്മ തിന്മ വേർതിരിവ് കാട്ടി കൗമില് നന്മയുടെ പാദം നമ്മിൽ കാട്ടി റസൂല്. യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ് യാ ഷഫീഅല്ലാഹ് യാ നജിയല്ലാഹ് യാ നബി റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ് യാ ഷഫീഅല്ലാഹ് യാ നജിയല്ലാഹ്. വെള്ളിനിലാപ്പോൾ സുന്ദരനോ പൂവെണ്മ നിറഞ്ഞൊരു ചെമ്പകമോ ചെമ്പനി നീരിൻ ചെണ്ടതുപോലെ ചെമ്മലർയാസീനമ്പിളിയേ ചെമ്മലർയാസീനമ്പിളിയേ. വെള്ളിനിലാപ്പോൾ സുന്ദരനോ പൂവെണ്മ നിറഞ്ഞൊരു ചെമ്പകമോ ചെമ്പനി നീരിൻ ചെണ്ടതുപോലെ ചെമ്മലർയാസീനമ്പിളിയേ ചെമ്മലർയാസീനമ്പിളിയേ. അസ്സലാമലൈക്കും. ആമീന ബീബിയിലങ്ങ് ആറ്റലായി മോന് പിറന്ന് ഹാഷിം കുടുംബത്തിലായി ആശാമാലേര് പിറന്ന് ആശാമാലേര് പിറന്ന് സത്യമതത്തിൻ മുത്തൊളി നൂറ് പിറന്നത് അജബല്ലേ വാരിൻ റഹ്മത്തായില്ലേ മക്ക പതിയിലണഞ്ഞില്ലേ. ആമീന ആമീന ബീബിയിലങ്ങ് ആറ്റലായി മോന് പിറന്ന് ഹാഷിം കുടുംബത്തിലായി ആശാമാലേര് പിറന്ന് ആശാമാലേര് പിറന്ന് കിസ്റ കൈസറിന് തീരത്തൊരു രാവിലെ നബിയാണവാലി കൗസും കസ്റജും പോരി മറന്ന് ഔലിയത്തിൻ പടവേറി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അജ്ഞത കൂലികൾ ആകെയും നീങ്ങി അത്തി വെളിച്ചം പ്രഭയായി പേർച്ചേറ്റി ജോലാനിന്നു വിസ്മയകാരം വരവായി മാനി
അറിവിൽ കളിയിരിക്കുന്നേ എന്നും കുളിർ വരക്കുന്നേ ആമീന ആമീന ബീബിയിലന്ന് ആറ്റലായി മോന് പിറന്ന് ആശിൻ കുടുംബത്തിലായി ആശമലര് പിറന്ന് ആശമലര് പിറന്ന് സ്വനങ്ങളെല്ലാം നീങ്ങുകൾ നാളിൽ പിറന്നൊരു മാമൂട് സാവതരാകം പറ്റി വരണ്ടൊരു തിരുജന്മത്തിൻ പ്രഭ കണ്ട് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വാദിഖായ റസൂലിൻ മീലാദിൻ അജും കൊണ്ട് സയ്യിദ് അംബിയ രാജറസൂലിൻ തിങ്കൾ രാവിൽ പിറകൊണ്ട് താജുൽ അംബിയ നബിയെ മുഹമ്മദ് നബിയെ മുഹമ്മദ് നബിയെ റബീഉൽ അവ്വൽ 12 പൂത്തൊരു നിധിയല്ലേ ആകഴിവൽ അമീനല്ലേ അംബിയ താജൊളിവല്ലേ ആമീന ആമീന ബീബിയിലന്ന് ആറ്റലായി മോന് പിറന്ന് കാശി കുടുംബത്തിലായി ആശമലര് പിറന്ന് ആശമലര് പിറന്ന്. പിരിശേറുന്നൊരു നബിയാണ് പത്തര മാറ്റൊളി ചേലാണ് സുന്ദരവദനം പൂവാണ് അഞ്ചിൽ പ്രഭോളി തെളിവാണ് സ്വർഗത്തിൻ രാജാവ് സുന്ദരനാണ് സ്വർഗീയ റാണികൾ കാത്തിരിപ്പാണ് നബിയേ നബിയേ നൂറേ ഓ താജേ പിരിശേറുന്നൊരു നബിയാണ് പത്തരമാറ്റൊളി ചേലാണ് സുന്ദരവദനം പൂവാണ് അഞ്ചിൽ പ്രഭോളി തെളിവാണ് സ്വർണ്ണ കിരീടമാണിഞ്ഞ റസൂലുള്ളാഹ് സുബ്ഹാന്റെ സുവനത്തിൽ താജൽ ഹബീബുള്ളാഹ് സ്വർണ്ണ കിരീടമാണിഞ്ഞ റസൂലുള്ളാഹ് സുബ്ഹാന്റെ സുവനത്തിൽ താജൽ ഹബീബുള്ളാഹ് വർണ്ണങ്ങൾ നിറയുന്നു പതനം തിളങ്ങുന്നു സുവനം ചാമയുന്നു മധുഹും ഉയരുന്നു വർണ്ണങ്ങൾ നിറയുന്നു പതനം തിളങ്ങുന്നു സുവനം ചാമയുന്നു മധുഹും ഉയരുന്നു നബിയേ നബിയേ നൂറേ ഓ താജേ പിരിശേറുന്നൊരു നബിയാണ് പത്തര മാറ്റൊളി ചേലാണ് സുന്ദരവദനം പൂവാണ് അഞ്ചിൽ പ്രഭോളി തെളിവാണ് സ്വർണത്തിൻ കിളികൾ വാഴ്ത്തും നബിയല്ലേ ആരും പുകത്തുന്ന പുന്നാര പൂവല്ലേ സ്വർണത്തിൻ കിളികൾ വാഴ്ത്തും നബിയല്ലേ ആരും പുകത്തുന്ന പുന്നാര പൂവല്ലേ സ്വർഗത്തിൽ കല്യാണം ചേലത്തൊരു കല്യാണം ആനന്ദം ആമോദം വിതറുന്നൊരു പുന്നാരം സ്വർഗത്തിലെ കല്യാണം ചേലത്തൊരു കല്യാണം ആനന്ദം ആമോദം വിതറുന്നൊരു പുന്നാരം നബിയേ നബിയേ ഓ താജേ പിരിശേറുന്നൊരു നബിയാണ് പത്തര മാറ്റൊളി ചേലാണ് സുന്ദരവദനം പൂവാണ് അഞ്ചിൽ പ്രഭോളി തെളിവാണ് സുബ്ഹാൻ നബിയുടെ പുന്നാര റാണികൾ മറിയം ബിയാസിയ ബിയൊളിലെങ്കും ഹൂറികൾ സുബ്ഹാൻ നബിയുടെ ഒളിയെങ്കും ഹൂറികൾ മറിയം ബിയാസിയ ബിയൊളിലെങ്കും റാണികൾ സുവനപ്പൂ വിരിയുന്നു സുഗന്ധം ഉയരുന്നു സുവനപ്പൂ വിരിയുന്നു സുഗന്ധം ഉയരുന്നു നബിയേ നബിയേ നൂറേ ഓ താജേ പിരിശേറുന്നൊരു നബിയാണ് പത്തര മാറ്റൊളി ചേലാണ് സുന്ദരവദനം പൂവാണ് അഞ്ചിൽ പ്രഭോളി തെളിവാണ് സ്വർഗത്തിൻ രാജാവ് സുന്ദരനാണ് സ്വർഗീയ റാണികൾ കാത്തിരിപ്പാണ് നബിയേ
നബിയേ നൂറേ ഓ താജേ പിരിശേറുന്നൊരു നബിയാണ് പത്തരമാറ്റൊളിച്ചേലാണ് സുന്ദരവദനം പൂവാണ് അഞ്ചിൽ പ്രഭോളി തെളിവാണ്. അസ്സലാമു അലൈക്കും. ആദരണീയരായ ഉസ്താദുമാരെ, പ്രിയങ്കരായ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഈ പുണ്യ അവസരത്തിൽ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇസ്ലാം ഭീകരവാദം എന്ന വിഷയത്തെക്കുറിച്ച് അല്പം സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നു. അതിന് തൗഫീഖ് നൽകി അല്ലാഹു തആല സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. സഹോദരങ്ങളെ, മാനവരാശികളുടെ ബൗദ്ധികവും പാരത്രികവുമായ മാർഗദർശനത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല തയ്യാറാക്കിയ ജീവിത പദ്ധതിയാണ് ഇസ്ലാം. നൂറ്റാണ്ടുകളുടെ സുനാമിത്തങ്ങളിൽ തട്ടാതെ ആടാതെ ഇസ്ലാം മുന്നോട്ട് പോയി തന്നെയാണ്. കുപ്രചരണങ്ങളിലൂടെയോ കള്ളവാദങ്ങളിലൂടെയോ അതിനെ തകർക്കാനാവില്ലെന്ന് കാലം തെളിയിച്ചതാണ്. ഇസ്ലാം 21-ാം നൂറ്റാണ്ടിൽ ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി പാശ്ചാത്യ ശ്രമങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആരൊക്കെ എന്തൊക്കെ ശ്രമിച്ചാലും ഇസ്ലാമിനെ ആർക്കും തകർക്കാനാവില്ലെന്ന് കാലം തെളിയിച്ചതാണ്. താഴെ തന്നെ പറയുന്നു, നിഷേധികൾ എന്റെ പ്രകാശത്തെ ഊതിക്കെടുക്കാൻ എത്ര ശ്രമിച്ചാലും ഞാൻ എന്റെ പ്രകാശത്തെ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. സഹോദരങ്ങളെ, ഇസ്ലാം ശാന്തിയുടെയും സമാധാനത്തിന്റെയും മതമാണ്. ഇസ്ലാമിനെ പോലെ സമാധാനപ്പെടുത്തി മറ്റേത് മതമാണ് ലോകത്തുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശേഷങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് ഖുർആൻ തന്നെ പറയുന്നു, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ആലമീൻ. നബിയെ താങ്കളെ സർവ്വലോകർക്കും അനുഗ്രഹമായിട്ടല്ലാതെ നാം അയച്ചിട്ടില്ല. സഹോദരങ്ങളെ, ഒരിക്കൽ നബി തങ്ങളും സ്വഹാബത്തും നടന്നു പോകുമ്പോൾ ഒരു ഉറുമ്പിക്കൂട്ടമായി കഴിക്കുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഉടൻ തന്നെ ഉറുമ്പിക്കൂട്ടത്തെ തടിക മാത്രമല്ല, ജീവികളുടെ ഒരു തരത്തിലും ഉപദ്രവിക്കരുത് എന്ന് നബി തങ്ങൾ അവർക്ക് പ്രത്യേക നിർദ്ദേശം നൽകുകയും ചെയ്തു. ഒരിക്കൽ ഒരു സ്വഹാബത്ത് ഒരു പക്ഷിക്കുഞ്ഞിനെ പിടിച്ചപ്പോൾ വട്ടമിട്ട് നടക്കുന്ന കള്ളപക്ഷിയെ കണ്ട നബി തങ്ങൾക്ക് അത് വളരെ സങ്കടത്തിലാക്കി. ഉടൻ തന്നെ അവ പക്ഷിക്കുഞ്ഞിനെ വിട്ടയക്കാൻ ആജ്ഞാപിച്ചു. സഹോദരങ്ങൾ, എന്നാൽ തീർച്ചയായും ദുഃഖകരമെന്ന് പറയട്ടെ, സന്തോഷത്തെയും സമാധാനത്തെയും മാത്രം തോൽവിയിട്ട് ഇസ്ലാമിന്റെ മേൽ കുതിര കയറാനും ചെറിയവരി തേക്കാനും വർഗീയവാദം തീവ്രവാദം എന്നീ വാക്കുകൾ കൊണ്ട് വിശേഷിപ്പിക്കാനും ഒരു കൂട്ടം നിഷേധികൾ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പൂച്ചക്കുഞ്ഞിനെ അകാരണമായി കെട്ടിയിട്ടതിന്റെ പേരിൽ നരകം വിധിച്ച അല്ലാഹുവിന്റെ മതം എങ്ങനെയാണ് വർഗീയവാദത്തെയും എല്ലാം പ്രോത്സാഹിപ്പിക്കുന്നത്? അനിവാര്യ ഘട്ടത്തിൽ യുദ്ധം ചെയ്യുമ്പോൾ പോലും സ്ത്രീകളെയും കുട്ടികളെയും ആക്രമിക്കരുതെന്നും ഈന്തപ്പഴങ്ങൾ പോലും നശിപ്പിക്കരുതെന്നായിരുന്നു നബിതങ്ങളുടെ വചനങ്ങൾ. ലോകത്തെ ഏറ്റവും വലിയ നീതിമാനായ ഗാന്ധിജി പോലും വിശേഷിപ്പിച്ച ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അനുയായികൾക്ക് എങ്ങനെയാണ് ഇതെല്ലാം സാധിക്കുന്നത്? സഹോദരങ്ങളെ, ഇസ്ലാമിക വിരുദ്ധരും ഇസ്ലാമിനോട് എതിർപ്പുള്ളവരുമല്ല ഇസ്ലാമിനെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ശ്രമങ്ങളും പാശ്രമമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഇസ്ലാമിനെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴും ഇസ്ലാം മുന്നോട്ട് പോയിക്കുന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയിലും മറ്റു പാശ്ചാത്യ രാജ്യങ്ങളിലും ഇസ്ലാം കൂട്ടത്തോടെ ഇസ്ലാമിലേക്ക് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് അല്ലാഹു തആല ഖുർആനിലൂടെയും പറയുന്നത്. അവർ എത്ര തന്നെ തന്റെ പ്രകാശത്തെ എത്ര തന്നെ ഒതുക്കെടുത്താൻ ശ്രമിച്ചാലും അതിനെ അല്ലാഹു പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. ഇതുപോലെ ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. രക്ഷിതാക്കളെ, പ്രിയ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. നമ്മുടെ നബിയുടെ മീലാദാണല്ലോ ഇപ്പോൾ എല്ലായിടത്തും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. കുറെ കൂട്ടുകാർ മുത്തുനബിയെക്കുറിച്ച് പ്രസംഗിച്ചു. ഞാനിവിടെ പ്രസംഗിക്കുന്നത് മുത്തുനബി നമ്മെ പലതവണ ബോധ്യപ്പെടുത്തിയ ഉമ്മയോടുള്ള കടപ്പാടിനെ കുറിച്ചാണ്. ഇതും മുത്തുനബിക്ക് ഏറെ ഇഷ്ടപ്പെട്ട വിഷയമാണല്ലോ. ഉമ്മ എന്ന 3 അക്ഷരം കുറിക്കുന്നത് സഹനം എന്ന 3 അക്ഷരത്തെയാണ്. ഉമ്മക്കൊരായിരം ഉമ്മ കൊടുത്താലും ജീവിതം മുഴുവൻ സേവിച്ചാലും ആ മാതൃഹൃദയം തന്ന സ്നേഹ സമ്മാനത്തിന് പകരമാവില്ല എന്നതാണ് സത്യം. 10 മാസം നമ്മെ ചുമന്ന നിമിഷങ്ങൾ, അതിനുശേഷമുള്ള ക്ലേശകരമായ സന്ദർഭങ്ങൾ, അവരുടെ ക്ഷമയെ നമുക്ക് അളക്കാനാകുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു പറയുന്നു, നിങ്ങൾ ആദ്യം എനിക്ക് നന്ദി അർപ്പിക്കൂ എന്ന് പഠിപ്പിച്ചതിനു ശേഷം നിങ്ങൾ മാതാപിതാക്കൾക്ക് കൂടി നന്ദി ചെയ്യണമെന്ന് പഠിപ്പിച്ചത്. എന്നാൽ ആധുനിക സന്താനങ്ങൾ ഈ സഹന സത്യങ്ങളെയെല്ലാം ചവിട്ടിമെതിച്ച് നബിയുടെ മൊയ്മുത്തിന്മേൽ കടാരം വെച്ച് ഉമ്മമാരെ വീടിന്റെ പടിയിറക്കി വൃദ്ധസദനത്തിലേക്ക് തള്ളുന്ന അതിദയനീയ രംഗമാണ് നാം സോഷ്യൽ മീഡിയയിലൂടെ അനുദിനം കണ്ടുവരുന്നത്. പ്രായമാകുമ്പോൾ മാതാവ് അവർക്കൊരു ഭാരമാവുകയാണ്. എല്ലാ പച്ചിലയും ഒരു ദിനം പഴുക്കുമെന്ന സത്യത്തെ അവർ അറിവോടെ നിഷേധിക്കുന്നു. അവരെ പേപ്പട്ടിയെ പോലെ ഓടിപ്പിക്കുന്നവർക്ക് സ്വർഗം പോയിട്ട് സ്വർഗീയ പരിമളം പോലും ലഭിക്കുകയില്ല.
ഉമ്മയെ സ്നേഹിച്ചും സേവിച്ചും സദാ പ്രാർത്ഥിച്ചും അവരുടെ കാൽ കീഴിലുള്ള സ്വർഗീയ സുഖം സമ്പാദനത്തിന് വേണ്ടി ആവട്ടെ നമ്മുടെ ഓരോ നിമിഷവും എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ഉസ്താദുമാരെ, സഹപാഠികളെ, അസ്സലാമു അലൈക്കും. ആദരവ്, ബഹുമാനം എന്നിവ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്. അവയെക്കുറിച്ച് രണ്ട് വാക്ക് പറയാനാണ് ഞാൻ ഇവിടെ എത്തി നിൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൽ എല്ലാ സുഖങ്ങളും അനുഭവിച്ചു കഴിഞ്ഞിരുന്ന ഒരാളായിരുന്നല്ലോ ഇബ്ലീസ്. അവനെ അള്ളാഹു പുറത്താക്കി. മഹാനായ ആദം അലൈഹിസ്സലാമിനെ സുജൂദ് ചെയ്യാൻ അവൻ വിസമ്മതിച്ചു. അതായിരുന്നുവല്ലോ കാരണം. മാത്രമല്ല അള്ളാഹുവിനെ ധിക്കരിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരെ, ഇതിൽ വളരെ ഏറെ പാഠമുണ്ട് നമുക്ക്. അതായത് അനുസരണം ഏറ്റവും ആവശ്യമുള്ളതാണെന്ന് അതിന് കൂട്ടാക്കാത്തവർ എത്ര ഉയർന്ന സ്ഥാനത്താണെങ്കിലും അവന്റെ സ്ഥാനം നഷ്ടപ്പെടുമെന്നുമാണത്. നമ്മുടെ മാതാപിതാക്കൾ, ഗുരുവന്മാർ, മുതിർന്നവർ തുടങ്ങി എല്ലാവരോടും നാം മര്യാദ കാണിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് ഉന്നത സ്ഥാനത്ത് എത്തിച്ചേരാൻ കഴിയൂ. പലപ്പോഴും നാം ചീത്ത കൂട്ടുകെട്ടിൽപ്പെട്ട് മുതിർന്നവരെ അനുസരിക്കാതിരിക്കുകയും ഗുരുവന്മാരെ ചീത്ത വിളിക്കുകയും ചെയ്യുന്ന പ്രവണത കണ്ടുവരാറുണ്ട്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് വളരെ ഗൗരവത്തോടെ ഉണർത്തുന്നു, ഇത്തരക്കാരായി നാം ഒരിക്കലും മാറിക്കൂടാ. ഇത് നമ്മുടെ പരാജയത്തിന് തന്നെ കാരണമാകും. ഒരു മുസ്ലിം എന്ന നാം എപ്പോഴും മര്യാദ പാലിക്കുകയും അച്ചടക്കമുള്ളവരുമായിരിക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ പ്രശ്നമാണ്. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, സദസ്യരെ, എന്റെ പ്രിയ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ ഈ മഹത്തായ വേദി അവിടുത്തെ കുറിച്ച് അല്പം പറയാനാണ് ഞാൻ വേണ്ടിയ. പ്രിയമുള്ളവരെ, ലോകമാകെ അവിടുത്തെ ജനനത്തിൽ സന്തോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. തോരണങ്ങൾ കെട്ടിയും മധുകൾ പാടിയും അങ്ങനെ പലതും. കണ്ണും കാതും കോർപ്പിച്ചു വെച്ച് ആർക്കും കാണാനും കേൾക്കാനും കഴിയുന്നതാണ് ജന്മദിനാഘോഷത്തിന്റെ ആരവം. പ്രിയമുള്ളവരെ, നമ്മുടെ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് പിറന്നത്. അതെ, മക്ക എന്ന മണൽ മരുഭൂമിയിലായിരുന്നു അവിടുത്തെ ജനങ്ങൾ. അന്ന് ജനങ്ങൾ ജീവിതത്തിന്റെ ലക്ഷ്യം മറന്നു ജീവിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് ജീവിതത്തിന്റെ യഥാർത്ഥ അർത്ഥം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയായിരുന്നു ചെയ്തത്. പ്രിയമുള്ളവരെ, നന്മയും തിന്മയും അവിടുന്ന് പഠിപ്പിച്ചു. സത്യവും അസത്യവും വേർതിരിച്ച് കാണിച്ചു. അവിടുന്ന് പഠിപ്പിക്കാൻ ഇനി മറ്റൊന്നുമില്ലായിരുന്നു. മനുഷ്യ ജീവിതത്തിന്റെ നിഖില മേഖലകളും ആ ജീവിതത്തിലൂടെ സമൂഹം മനസ്സിലാക്കി. അങ്ങനെയുള്ള സ്നേഹഭൂമിനിയോട് തന്റെ നെഞ്ചിനുള്ളിൽ അല്പമെങ്കിലും സ്നേഹമുള്ളവരാരും ഇന്നേ ദിവസം ആഹ്ലാദിക്കാതിരിക്കുകയില്ല. അങ്ങനെയുള്ള സ്നേഹഭൂമിനിയെ തന്റെ അനുയായികൾ ആരും മറന്നിട്ടുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തും അവർക്ക് ശേഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം ആഘോഷിച്ചതിന് ധാരാളം തെളിവുകൾ നമുക്ക് കാണാനാകും. നബിയുടെ അപദാനങ്ങൾ പാടാനായി പ്രത്യേക വേദി അന്ന് ഒരുക്കി കൊടുത്തിരുന്നു. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച ദിവസമായ തിങ്കളാഴ്ച അവിടുന്ന് നോമ്പനുഷ്ഠിച്ച് അള്ളാഹുവിനെ ശുക്ർ ചെയ്തിരുന്നു. അതുകൊണ്ട് പരത്തി പറയാനുള്ള സമയമല്ല ഇത്. കാലത്തിനും സാഹചര്യത്തിനും അല്പം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നതല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുന്നതിന് നാം ഒരു കുറവും വരുത്താൻ പാടില്ല. അതുകൊണ്ട് ഒരു കാര്യം ഉയർത്തിക്കൊണ്ട് ഞാൻ പറയുന്നു, നമുക്ക് ആ പുണ്യ നബിയെ ആവോളം നമുക്ക് അനുസ്മരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം ഉപസംഹരിക്കുന്നു. ആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. പിരിശേറുന്നൊരു നബിയാണ്, പത്തരമാറ്റൊളി ചേലാണ്, സുന്ദരവദനം പൂവാണ്, അഞ്ചിൽ പ്രഭോളി തെളിവാണ്, സ്വർഗത്തിൻ രാജാവ് സുന്ദരനാണ്, സ്വർഗീയ റാണികൾ കാത്തിരിപ്പാണ്. നബിയേ നബിയേ നൂറേ ഓ താജേ. പിരിശേറുന്നൊരു നബിയാണ്, പത്തരമാറ്റൊളി ചേലാണ്, സുന്ദരവചനം പൂവാണ്, അഞ്ചിൽ പ്രഭോളി തെളിവാണ്. സ്വർണ്ണ കിരീടമാണിഞ്ഞ റസൂലുള്ളാഹ്, സുബ്ഹാന്റെ സുവനത്തിൽ താജൽ ഹബീബുള്ളാഹ്. സ്വർണ്ണ കിരീടമാണിഞ്ഞ റസൂലുള്ളാഹ്, സുബ്ഹാന്റെ സുവനത്തിൽ താജൽ ഹബീബുള്ളാഹ്. വർണ്ണങ്ങൾ നിറയുന്നു, വദനം തിളങ്ങുന്നു, സുവനം ചാമായുന്നു, മധുഹും ഉയരുന്നു. വർണ്ണങ്ങൾ നിറയുന്നു, വദനം തിളങ്ങുന്നു, സുവനം ചാമായുന്നു, മധുഹും ഉയരുന്നു. നബിയേ നബിയേ നൂറേ ഓ താജേ.
പിരിശേറുന്നൊരു നബിയാണ് പത്തരമാറ്റൊളി ചേരാണ് സുന്ദരവദനം പൂവാണ് അഞ്ചിൽ പ്രഭോളി തെളിവാണ് സ്വർണത്തിൻ കിളികൾ വാഴ്ത്തും നബിയല്ലേ ആരും പുകഴ്ത്തുന്ന പുന്നാരപ്പൂവല്ലേ സ്വർണത്തിൻ കിളികൾ വാഴ്ത്തും നബിയല്ലേ ആരും പുകഴ്ത്തുന്ന പുന്നാരപ്പൂവല്ലേ സ്വർഗത്തിൻ കല്യാണം ചേലത്തൊരു കല്യാണം ആനന്ദം ആമോദം വിതറുന്നൊരു പുന്നാരം സ്വർഗത്തിൻ കല്യാണം ചേലത്തൊരു കല്യാണം ആനന്ദം ആമോദം വിതറുന്നൊരു പുന്നാരം നബിയേ നബിയേ നൂറേ ഓ താജേ പിരിശേറുന്നൊരു നബിയാണ് പത്തരമാറ്റൊളി ചേലാണ് സുന്ദരവദനം പൂവാണ് അഞ്ചിൽ പ്രഭോളി തെളിവാണ് സ്വർഗത്തിൻ രാജാവ് സുന്ദരനാണ് സ്വർഗീയ റാണികൾ കാത്തിരിപ്പാണ് നബിയേ നബിയേ നൂറേ ഓ താജേ പിരിശേറുന്നൊരു നബിയാണ് പത്തരമാറ്റൊളി ചേലാണ് സുന്ദരവദനം പൂവാണ് അഞ്ചിൻ പ്രഭോളി തെളിവാണ് വെള്ളി നില പോൽ സുന്ദരനോ പൂവന്മ നിറഞ്ഞൊരു ചമ്പകമോ ചമ്പനി നീരിൻ ചണ്ടത് പോലെ ചെമ്മലറിയാസീനമ്പിളിയേ ചെമ്മലറിയാസീനമ്പിളിയേ വെള്ളി നില പോൽ സുന്ദരനോ പൂവന്മ നിറഞ്ഞൊരു ചമ്പകമോ ചെമ്പനി നീരിൻ ചണ്ടത് പോലെ ചെമ്മലറിയാസീനമ്പിളിയേ ചെമ്മലറിയാസീനമ്പിളിയേ പാൽനിര പോലെ ലിങ്കിടും നൂറേ ആരം വാഴ്ത്തുന്നു നിറദീപം ചാർത്തുന്നു വെള്ളി നില പോൽ സുന്ദരനോ പൂവന്മ നിറഞ്ഞൊരു ചെമ്പകമോ ചെമ്പനി നീരിൻ ചണ്ടത് പോലെ ചെമ്മലറിയാസീനമ്പിളിയേ ചെമ്മലറിയാസീനമ്പിളിയേ മാമരങ്ങൾ ഓതി സലാം അന്ത്യദൂതില് മാല കോർത്തിടുന്നു വിണ്ണിൽ താരകങ്ങള് ഹാഷി ഖുറൈശിയിലെ ചെമ്മലർ നൂറേ ആരിലും പിരീശമേകും തങ്ക സിറാജ് മാമരങ്ങൾ ഓതി സലാം അന്ത്യദൂതില് മാല കോർത്തിടുന്നു വിണ്ണിൽ താരകങ്ങള് ഹാഷി ഖുറൈശിയിലെ ചെമ്മലർ നൂറേ ആരിലും പിരീശമേകും തങ്ക സിറാജ് പാൽനില പോലെ ലിങ്കിടും നൂറേ ആലം വാഴ്ത്തുന്നു നിറദീപം ചാർത്തുന്നു പാൽനില പോലെ ലിങ്കിടും നൂറേ ആലം വാഴ്ത്തുന്നു നിറദീപം ചാർത്തുന്നു വെള്ളി നില പോൽ സുന്ദരനോ പൂവന്മ നിറഞ്ഞൊരു ചെമ്പകമോ ചെമ്പനി നീരിൻ ചണ്ടത് പോലെ ചെമ്മലറിയാസീനമ്പിളിയേ ചെമ്മലറിയാസീനമ്പിളിയേ പാൽനില പോലെ ലിംഗ